ഇന്നൊരു ചിന്ന ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. നമ്മുടെ ഋഷിക്കുട്ടൻ്റെ 4ാമത്തെ ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് തൃപ്പൂണിത്തുറയുള്ള കേക്ക് റീൽസിൽ വന്നേക്കുവാണ്. അപ്പോൾ അവിടെ നോക്കിയിട്ട് നമ്മൾ ആദ്യം വേറെ ഒന്നും പ്ലാൻ ചെയ്ത് വന്നില്ല. അപ്പോൾ അവിടെ നിന്ന് കേക്കൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഋഷിക്ക് സ്പൈഡർമാൻ്റെ കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു റെയിൻബോ കേക്കിനുള്ളിൽ സ്പൈഡർമാൻ്റെ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഋഷിയുടെ സ്പൈഡർമാൻ കേക്ക്, അവൻ്റെ 4ാമത്തെ ബർത്ത്ഡേ. അപ്പോൾ വർക്കിംഗ് ഡേയും സ്കൂളൊക്കെ ഉള്ളത് കാരണം നമ്മൾ നൈറ്റാണ് കേട്ടോ കേക്ക് കെട്ടിയത്. ഓഗസ്റ്റ് 11-ാം തീയതി ആയിരുന്നു അവൻ്റെ ബർത്ത്ഡേ. അപ്പോൾ 11-ാം തീയതി നൈറ്റ് ഒരു 8 മണി 8:30 ആയപ്പോഴാണ് നമ്മൾ കേക്ക് കട്ടിയത്. അതിൻ്റെ ഇടയ്ക്ക് കൊച്ചിൻ്റെ കൈ ഒന്ന് മുറിഞ്ഞു പോയി. ത്രെഡ്മില്ലിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയി അവിടെ കളിച്ച് അവിടെ നിന്ന് അതിന് കുറച്ച് സ്കിന്നൊന്ന് ഇളകിപ്പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കരച്ചിലും ബഹളമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ കേക്ക് കട്ട് ചെയ്യാൻ നിൽക്കുന്നത്. വൈകുന്നേരം മുതൽ ആൾ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ, കേക്ക് കട്ട് ചെയ്യണം. അപ്പോൾ കുറച്ച് പണിയൊക്കെ ഉള്ളത് കാരണം ഞാനിങ്ങനെ ലേറ്റാക്കി 8:30 കേക്ക് കട്ട് ചെയ്തപ്പോഴത്തേക്ക്. പിന്നെ അതിൻ്റെ പുറകെ ബർത്ത്ഡേ സോങ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാക്കിൽ TV-യിൽ ബർത്ത്ഡേ സോങ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ 3 പേരും കൂടെ നിന്നങ്ങ് കേക്ക് കട്ട് ചെയ്യണം. വേറെ ആരും ഇല്ലായിരുന്നു കേട്ടോ, ഞങ്ങൾ 3 പേരേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത്തവണ ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അത് കാരണം വീട്ടിലുണ്ടായിരുന്ന ഐറ്റംസ് തന്നെ കുറച്ച് ബലൂണൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ വീർപ്പിച്ച് ടേബിളിലൊക്കെ വെച്ച് കേക്ക് ഓർഡർ ചെയ്തു. എല്ലാം വർക്കിംഗ് ഡേ ആണ് കേട്ടോ. ജന്മനാളും ബർത്ത്ഡേ ഒക്കെ വർക്കിംഗ് ഡേ വന്ന കാരണം നമുക്ക് ഇത്തവണ നേരെ ചൊവ്വ ആഘോഷിക്കാൻ പറ്റിയതില്ല. അത് കാരണം വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല ഇത്തവണ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പിന്നെ പുറത്തേക്ക് പോയായിരുന്നു. ഇപ്പോൾ നമ്മൾ കേക്കൊക്കെ കഴിച്ച് അവനും കേക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ല കേക്കായിരുന്നു കേട്ടോ, നല്ല റെയിൻബോ കേക്കായിരുന്നു. ഈ വീഡിയോ അപ്ലോഡായി വരുമ്പോഴത്തേക്ക് ആ കേക്കൊക്കെ തീർന്നിട്ടുണ്ടാവും. നമ്മൾ 1 കിലോ കേക്ക് മേടിച്ച് പിന്നെ അടുത്തൊക്കെ ഒന്ന് കൊടുത്ത് ചോക്ലേറ്റ്സും മേടിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിലൊക്കെ കൊടുക്കാനായിട്ട്. അതൊക്കെ കഴിഞ്ഞ് ഋഷിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ച് കൊടുത്ത് അങ്ങനെ ഇത്തവണത്തെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് നമ്മൾ കാക്കനാടുള്ള 1947 കേട്ടോ ഫുഡ് കഴിക്കാൻ പോയത്. അപ്പോൾ ഇത്തവണ നമ്മൾ ഋഷിക്ക് വേണ്ടിയിട്ട് വീട്ടിലൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത കാരണം നമ്മൾ പുറത്ത് പോയി ഋഷി എല്ലാവരും കൂടെ പോയി ഫുഡൊക്കെ കഴിച്ചു. ഋഷി നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ ബർത്ത്ഡേ ഒക്കെ ആയത് കാരണം. ഇതവൻ്റെ പുതിയ ഡ്രസ്സാണ്. അതൊക്കെ ഇട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. ഇത് സ്റ്റെപ്പൊക്കെ കയറുന്നുണ്ടല്ലേ. നമ്മളവിടെ ചെന്നപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അത് കാരണം നമ്മൾ സാധാരണ ഈ സമയത്തൊക്കെ പോകുമ്പോഴത്തേക്കും തിരക്കുണ്ടാവാറായിരുന്നു. അപ്പോൾ ഇത്തവണ പോയപ്പം തിരക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടി. അപ്പം നമ്മൾ അവിടെ ഇരുന്നിട്ട് പിന്നെ ഫുഡ് ഓർഡർ ചെയ്ത് കേട്ടോ. ഞാൻ ബിരിയാണി പറഞ്ഞ് പിന്നെ ഋഷിക്ക് നൂൽ പൊറോട്ട വേണമെന്ന് പറഞ്ഞിട്ട് നൂൽ പൊറോട്ടയും കോളിഫ്ലവർ 65 ഫ്രൈയും അങ്ങനെ പറഞ്ഞു. അങ്ങനെ അവരൊക്കെ നൂൽ പൊറോട്ട, ഞാൻ പൊറോട്ട, ബിരിയാണി അങ്ങനെയൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ പിന്നെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ. പിന്നെ ആദ്യം തന്നെ നമ്മുടെ കോളിഫ്ലവർ 65 അത് വന്നു കേട്ടോ. അത് നല്ലൊരു ഐറ്റം ആയിരുന്നു കേട്ടോ. അതിൻ്റെ പുറത്ത് പപ്പടമൊക്കെ പൊടിച്ചിട്ടിട്ട് കോളിഫ്ലവർ ഫ്രൈ, നല്ല ഡ്രൈ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് സ്റ്റാർട്ടറായിട്ട് അതായിരുന്നു പറഞ്ഞിരുന്നത്. അതിനുശേഷം ബാക്കി പൊറോട്ടയും ബിരിയാണിയൊക്കെ വന്ന് ഇതാ നമ്മുടെ പൊറോട്ട ബിരിയാണിയൊക്കെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ബർത്ത്ഡേ കാരൻ ഇവിടെ പൊറോട്ടയൊക്കെ കഴിച്ചിട്ട് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അവന് ഇഷ്ടപ്പെട്ടെന്നാ തോന്നുന്നത്. അവൻ അങ്ങനെ പൊറോട്ട മേടിച്ച് കൊടുത്തിട്ടില്ല. ഇത് ആദ്യത്തെ വട്ടം കണ്ടാണ് ആദ്യമായിട്ട് പൊറോട്ട കഴിക്കുന്നത്. അപ്പം ബർത്ത്ഡേ ആയിട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ മേടിച്ച് കൊടുത്ത് അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഹാപ്പി ആയിട്ട് ഇതാ പുറത്തോട്ടിറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇത് പിന്നെ അവൻ എടുത്തു കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ. എല്ലാവരുമായിട്ട് എടുത്തു കൊടുത്തതാ. ഞങ്ങൾ എടുത്തു കൊടുത്തതുണ്ട്, അപ്പൂപ്പൻ അമ്മമ്മ എല്ലാവരും കൂടെ എടുത്തു കൊടുത്ത് ഓരോരുത്തരായിട്ട് എടുത്തു കൊടുത്ത പല ഡ്രസ്സുകളാണ് കേട്ടോ ഈ അടുക്കി വെച്ചേക്കുന്നത്. ഇനിയും ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ചേ ഞാൻ എടുത്തുള്ളൂ. പിന്നെ ഇതവന് ഋഷിക്ക് സ്കൂളിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അവൻ്റെ മിസ് ഉണ്ടാക്കി കൊടുത്തതെന്നാണ് അവൻ വന്ന് പറഞ്ഞത്. ഹാപ്പി ബർത്ത്ഡേ ദീക്ഷിത്, സ്റ്റേ ബ്ലെസ്ഡ് എന്നൊക്കെ എഴുതിയിട്ട് വാട്ടർ മെലോൻ്റെ ഷേപ്പിലെ
കളറൊക്കെ ചെയ്തിട്ട് അവർ കൊടുത്തേക്കുവാണ്. നല്ലതായിരുന്നു കേട്ടോ അത്. പിന്നെ ഇത് അവൻ്റെ അടുത്ത ഗിഫ്റ്റ്, ഡോള്. അതും അവന് ഗിഫ്റ്റ് കിട്ടിയതാണ്. അവന് ഇതും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഒരു കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ. ബർത്ത്ഡേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാതെ നമ്മൾ അടുത്ത ദിവസം വെജ് പുലാവും പനീർ കറി ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ അതൊക്കെ വെച്ച് ഋഷിക്ക് സ്കൂളിൽ കൊടുത്തു വിട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.